ഇന്നൊരു ഇഡ്ഡലി വേണം. മതി തിന്നത്. ഇന്ന് വേണം. എടാ അടിച്ചതിന്റെ ചന്തിനെ തൊലിഞ്ഞെടുക്കും. വേണ്ട വേണ്ട വേണ്ട, പിള്ളേർക്ക് ചന്തി ആവശ്യമാണ്. ആ വലുതാമൾ എവിടെയെങ്കിലും ഇരിക്കണം തോന്നിയാൽ എവിടെ ഇരിക്കുക? ഒരു ചന്തി കടം കിട്ടും. ആകെ എത്രേ? 85 രൂപ. അല്ല 85 പൈസ. തന്റെ 1 രൂപ. 60 പൈസയില്ല, ബാക്കി പിന്നെ തരാം. ആഹാ, തിന്നുമ്പോ കണക്കറിയില്ലല്ലേ? കയ്യിൽ കാശില്ലാതെ തിന്നാൻ വരിക. ആ മേൽമുണ്ടൂടെ അഴിച്ചു വെച്ചിട്ട് പോ. 25 പൈസ അല്ലേ ഉള്ളു, ഞാൻ തരാം. ഓ പാവം, താനാ പെണ്ണിന്റെ മുണ്ടൊന്നും അഴിച്ചു വാങ്ങിക്കണ്ട. ഓ കൊച്ചു കള്ളാ, നിനക്ക് എന്തോ എന്റെ കുറവാ. മോനെ നടക്കാതെ കല്ലിൽ വെള്ളം ചേർത്തിലിരിക്കുന്നു. ഞാൻ ജാനുവിനെ കാണാൻ വരെയായിരുന്നു. എനിക്ക് മനസ്സിലായി. എന്തായാലും ജാനുവിൻ സിനിമയ്ക്ക് വരണം. ഞാനവിടെ കാത്തിരിക്കും. മിണ്ടാതിരുന്നാൽ സമ്മതിച്ചു നിർത്താല്ലേ? എനിക്ക് വരാൻ പറ്റില്ല. ജാനു, എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. നിന്നെ കണ്ടപ്പോഴൊക്കെ മറന്നു. വരണോട്ടോ. ആരോടെയാ പോണേ? ഒന്ന് വാങ്ങുന്നു പറയടി പെണ്ണേ. കാളിത്തള്ളിയുടെ കൂടെ. ഞാനും പോട്ടെ. ഒഴിക്കോ ഓടുന്നു. എല്ലാവരും കൂടെ പോയാൽ ഇവിടെ ആരാ? നിനക്ക് ഇനിയൊരു ദിവസം പോവാം. സമയം കിട്ടി വരാം. വന്നാ നന്നായിരുന്നു. കുറച്ച് പണം വേണമായിരുന്നു. വാടക കൊടുത്തില്ല. നോക്കട്ടെ. എല്ലാം കൃഷ്ണൻ തന്നെ നോക്കി കണ്ടു അങ്ങ് ചെയ്യുക. ഒരു നല്ല നാള് കുറിച്ച് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം കൂട്ടി ഒരു ചെറിയ അമ്പലത്തിൽ വെച്ച് അങ്ങ് നടത്തുക. മോളെവിടെ? ജാനു. ഇനി എന്റെ മോക്ക് 2 വീടാ. അവിടെ മോക്ക് ഒരു കുറവുണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ വരൂ. ദിവസം തീർച്ചയാക്കിയോ? എല്ലാം കഴിഞ്ഞു. ഈ കല്യാണം നടക്കില്ല. ഞാൻ നിന്റെ അച്ഛനെ കാണാൻ പോവാ. എന്നിട്ട് നീ എന്നതാണെന്ന് പറയും. എന്നിട്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. എന്താ, നീ വരില്ലേ? എനിക്കിഷ്ടാണ്, പക്ഷേ അച്ഛൻ അയക്കില്ല. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. അപ്പോ ദേവി അത് അച്ഛനോട് ചോദിക്കരുത്. ഞാൻ ചോദിക്കും. ഞാൻ പറയണത് കേൾക്കൂ. എവിടുന്നാ മോളെ പുതിയ ജാക്കറ്റ്? അത് സൈനുബ തന്നതാ. പിന്നെ എന്തിനാ നീ തൊളിച്ചു വെച്ചത്? ആ തോർത്തിങ്ങട്. ഞാനിപ്പോ വരാം.
എന്റെ മോക്ക് സൈനുബ ഒരു ജാക്കറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. അത് ശരിയാണോന്ന് അറിയാനാ വന്നേ. ജാക്കറ്റ് എന്റെ മോള് സൈനബ. ഈ ജാനുവിന് ഒരു ജാക്കറ്റ് കൊടുത്തീനെ, അതറിയാനാ വേലൂപ്പിന് വന്നത്. ഉള്ളത് പറ മോളെ. ഉള്ളത് പറഞ്ഞോളി. എന്റെ കയ്യില് ഒരു പുതിയ തുണി ഉണ്ടായിരുന്നു. അന്റെ കയ്യിൽ ഇവിടുന്ന പുതിയ തുണി? അല്ല, ജാനു ഒരു പുതിയ തുണി തന്ന് തുന്നിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ തുന്നിച്ചു കൊടുത്തതാ. അവക്കത് ആര് കൊടുത്താന്ന് സൈനുബയ്ക്ക് അറിയോ? കാശ് ചേർത്ത് വെച്ച് വാങ്ങിച്ചതാന്ന് പറഞ്ഞു. അത് ശരി. അപ്പളേ അതിനി തല്ലിയും കുറ്റിയൊന്നും വേണ്ട, ഒക്കെ പോട്ടെ. എന്തിനാ ഇമാതിരി കളിയും തിരിയൊക്കെ? അതിനാരെങ്കിലും ലൂയുണ്ട? എനിക്കൊന്നും അറിയില്ല പാപ്പ. ജാനു വടി ഇവിടെ വരാൻ. ശബ്ദിച്ചു പോകരുത്, ശബ്ദിച്ചു പോകരുത്. ഓർമ്മയിരിക്കും. നിന്റെ ചേച്ചി തോന്നിയാസം കാണിച്ചു, അടിച്ചു പുറത്താക്കി. നീ തോന്നിയാസം കാണിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളെ. നിന്റെ തന്റെ ഒരു പട്ടിയാണെന്ന് വിചാരിച്ചോടി. ഇനി നിന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്താടോ ഇത്? ഇവൻ എന്താടാ പറ്റിയത്? കടത്തിന് കള്ളും കുടിക്കും, ഇപ്പൊ ചട്ടിയും പൊട്ടിക്കാൻ തുടങ്ങിയ. കഷ്ടപ്പെട്ട ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് ആരോടെ ഇത്ര കരുവ്? നിന്റെ തന്തയോട് വേല് കരയുന്നത് നിന്റെ കള്ളു കുടിച്ചിട്ടല്ല, ആരും പേടിച്ചിട്ടുമല്ല. എന്റെ ചങ്ക് പൊട്ടിട്ടാ ഞാൻ കരയുന്നത്. ഞാൻ കരയൂടാ. തള്ള എത്ത പിന്നെ ഈ തോളത്തിട്ടാ ഞാൻ അവളെ വളർത്തിയത്. ഒരു ഉറുമ്പ് കഴിക്കാൻ പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല. മൂത്ത മകൾ എന്നോട് സ്നേഹമില്ലാതെ ഇറങ്ങിപ്പോയിട്ടും ഞാൻ കരഞ്ഞില്ലടാ. എനിക്ക് ആകെയുള്ളത് ഒരു മോളാ. അവൾക്ക് എന്നോട് സ്നേഹമില്ലാതെ ഞാൻ കരയൂടാ, ഞാൻ കരയും. ആരാ എന്നോട് ചോദിക്കാനുള്ളത്? ജാനുവിന് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവല്ലേ? എന്തിന്? എന്റെ അച്ഛന്റെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ? കൊല്ലാനും മടിക്കില്ല. എന്റെ ചേച്ചിനെ തല്ലിനെ ഞാൻ എത്ര കണ്ടിട്ടുണ്ട്. അപ്പനോട് ജാനുവിന്റെ അച്ഛനെ കണ്ട് കാര്യം പറയാൻ പറഞ്ഞൂടെ? എന്നാ പിന്നെ കഴിഞ്ഞു. ഒന്നും വേണ്ട സിനിമ, വരുന്നത് വരട്ടെ. കല്യാണം കഴിഞ്ഞ സൈനുബ പോവുമല്ലേ? ബാപ്പാനെ കാണാൻ വരുമ്പം ജാനുവിനെ ഞാൻ വന്ന് കാണും. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ജാനു, എനിക്കിതുകൊണ്ടൊരു ഗുണം കിട്ടി. മരിക്കാനുള്ള ഭയം മാറി. ഒന്ന് ഞാൻ തീർച്ചയാക്കി, നമുക്ക് തനിച്ചു പോകണം. അതുണ്ടാവോ?